Hi friends, welcome back to my channel Roopesh Tech Zone. നമ്മൾ ഇന്ന് ഈ ഒരു ഹോം തിയേറ്ററാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗ് മാത്രമല്ല പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മൾട്ടിമീഡിയ സ്പീക്കർ. പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. 4 സാറ്റലൈറ്റ് സ്പീക്കേഴ്സും ഒരു സബ് വൂഫറുമാണ് പാക്കിങ്ങിൽ വരുന്നത്. 20 വാട്ട്സിൻ്റെ ഒരു സബ് വൂഫറും 10 വാട്ട്സിൻ്റെ 4 സാറ്റലൈറ്റ് സ്പീക്കേഴ്സുമാണ് പാക്കിങ്ങിൽ വരുന്നത്. പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇന്ത്യൻ കമ്പനിയായ ഐക്കാളിൻ്റെ ഒരു കിടിലൻ മൾട്ടിമീഡിയ സ്പീക്കർ തന്നെയാണ് ഇത്. നമുക്കിനി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പെട്ടി തുറക്കുമ്പോൾ തന്നെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരു സ്പീക്കർ എടുത്ത് ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നല്ലൊരു മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കവർ റിമൂവ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സബ് വൂഫറിൻ്റെ എയർ പുറത്തേക്ക് പോകാനായി എയർ ഹോൾ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ടാണ്. ഒരു പ്രശ്നമാണ് എനിക്ക് ഈ ഒരു മൾട്ടിമീഡിയ സ്പീക്കറിൽ തോന്നിയത്. ഇതിൻ്റെ സബ് വൂഫർ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉള്ളിലായിട്ടാണ് സബ് വൂഫർ വരുന്നത്. നമുക്ക് ഇനി ഒന്ന് പവർ കൊടുത്ത് നോക്കാം. എനിക്ക് ഈ മൾട്ടിമീഡിയ സ്പീക്കറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു LED ഡിസ്പ്ലേ ആണ് ഗൈസ്. DBക്ക് അനുസരിച്ച് ഈ ഒരു സൂചിയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബാറ്ററി റിമോട്ടിൽ ഇൻസേർട്ട് ചെയ്യുകയാണ്. മൾട്ടിമീഡിയ സ്പീക്കർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് ഏറ്റവും കുറച്ച് ആക്കിയേ വെക്കുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മളൊരു റേഡിയോ ചെക്ക് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വന്നായിരുന്നു. അത് ഈ ഒരു ചെക്ക് ചെയ്ത ടൈമിലുള്ള ഓഡിയോ കാരണമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ഓഡിയോയും ചെക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കുറച്ച് വെക്കുന്നുണ്ട്. സോങ്
പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു LED ഡിസ്പ്ലേയിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്താണ് ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്, സൈനിങ് ഔട്ട്.